Dear students, ഇന്ന് റിയൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിലുള്ള കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. CBSE മുമ്പ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റീജർ ഈസ് ഓഫ് ദ ഫോംസ് 4m or 4m plus 1 where m is any integer. അപ്പോൾ ഇവിടെ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ലെറ്റ് a be any positive integer and b equal to 4 എന്ന് കൊടുത്തു. b equal to 4. b equal to 4 ആണെങ്കിൽ നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ പ്രകാരം എന്തായിരിക്കും? a equal to, അതായത് ബി ക്യൂ പ്ലസ് ആർ ആണ്. a equal to ബി ക്യൂ പ്ലസ് ആർ എന്നുള്ള b 4 ആണ്. 4q പ്ലസ് ആർ. അവിടെ ആർ എന്ന് പറയുന്നത് 0 ലെസ് ദാൻ 4 ആണ്. വേർ ആർ ഈക്വൽ ടു 0 1 2 3 ഇത്രയാണ്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ സ്ക്വയർ എന്തായിട്ട് കിട്ടണം? 4m or 4m plus 1. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ കേസ് 1ൽ നമുക്ക് r ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ a ഈക്വൽ ടു 4q. അപ്പോൾ a ഈക്വൽ ടു 4q ആവുമ്പോൾ അവിടെ നമുക്ക് ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയർ ഈക്വൽ ടു 16q² എന്ന് കിട്ടി. സ്ക്വയർ ആണ് കാണുന്നത്. അപ്പോൾ സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോംസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ a സ്ക്വയർ ഈക്വൽ ടു 16q². രണ്ട് ഭാഗവും നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യുക? ഇവിടെ a സ്ക്വയർ ഈക്വൽ ടു 16q² എന്നുള്ളത് 4 × 4q² എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് a സ്ക്വയർ ഈക്വൽ ടു 4m വേർ m ഈക്വൽ ടു 4q². അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഫോമിൽ കിട്ടി, സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ 4m എന്നുള്ള ഫോമിൽ. ഇനി കേസ് 2ൽ r ഈക്വൽ ടു 1 ആണ്. അപ്പോൾ a ഈക്വൽ ടു 4q പ്ലസ് 1. ഇനി ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യുമ്പം a സ്ക്വയർ ഈക്വൽ ടു 4q പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ എങ്ങനെ കിട്ടും? a സ്ക്വയർ ഈക്വൽ ടു ഇതിനെ a പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ എന്തായി? 16q² പ്ലസ് 8q പ്ലസ് 1. ഇനി എന്ത് ചെയ്യുക? ഇതിൽ രണ്ടിലും നമുക്ക് 4m പ്ലസ് 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് 4q² പ്ലസ് 2q, ഈ പ്ലസ് 1 അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ നമുക്ക് 4 × ഇത് m ആയിട്ട് കൊടുക്കുക, 4m പ്ലസ് 1 വേർ m ഈക്വൽ ടു 4q² പ്ലസ് 2q. അപ്പോൾ രണ്ടാമത്തതിൽ നമുക്ക് 4m പ്ലസ് 1 എന്നുള്ളത് കിട്ടി. ഇനി മൂന്നാമത്തത് കേസ് 3. നമ്മൾ 1 ഇവിടെ ഇപ്പോൾ 6 1 2 3 വരെ ചെയ്യണം. കേസ് 3ൽ r ഈക്വൽ ടു നമ്മൾ 1 കഴിഞ്ഞു. ഇനി r ഈക്വൽ ടു 2 ആണ്. r ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ a ഈക്വൽ ടു 4q പ്ലസ് 2. ഇത് അതേപോലെ തന്നെ ചെയ്യാം. സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്തായി? a സ്ക്വയർ ഈക്വൽ ടു 4q പ്ലസ് 2 ഹോൾ സ്ക്വയർ. That is equal to a square equal to 16q² plus 2 × 4 × 2. അപ്പോൾ 16 ആയി. 16q plus 2² എന്ന് പറയുന്നത് 4. അപ്പം ഇങ്ങനെയാണുള്ളത്. ഇതിൽ നമുക്ക് 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായി? 4q² പ്ലസ് 4q പ്ലസ് 1. അപ്പോൾ ഇതെന്തായി? 4m. a സ്ക്വയർ ഈക്വൽ ടു 4m വേർ m ഈക്വൽ ടു 4q² പ്ലസ് 4q പ്ലസ് 1. ബാക്കിയുള്ളത് ഇവിടെ m എന്ന് കൊടുക്കുക. ഇനി കേസ് 4ൽ നമുക്ക് r ഈക്വൽ ടു 3. r ഈക്വൽ ടു 3 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക എന്നുള്ളത് r ഈക്വൽ ടു 3 ആവുമ്പം a ഈക്വൽ ടു 4q പ്ലസ് 3. സ്ക്വയർ ചെയ്യുമ്പം a സ്ക്വയർ ഈക്വൽ ടു 4q പ്ലസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിന് a സ്ക്വയർ ഈക്വൽ ടു 16q² പ്ലസ് 2 × 4 8. 8 × 3 24. 24q പ്ലസ് 3² എന്ന് പറയുന്നത് എന്താവും? 9. a പ്ലസ് ബി ഹോൾ സ്ക്വയർ ചെയ്തു. ഇനി ഇതിൽ നമുക്ക് എങ്ങനെ എഴുതാം? അതായത്
അപ്പോൾ നമ്മൾ 4 ആണ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇവിടെ 16q² പ്ലസ് 24q പ്ലസ് ഇവിടെ ഇതിനെ നമുക്ക് 8 + 1 എന്ന് കൊടുക്കാം. കാരണം 4m + 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. 4 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 4q² പ്ലസ് 6q പ്ലസ് 2 ഈ +1 അതേപോലെ അവിടെ 4m + 1 വേർ m = 4q² പ്ലസ് 6q പ്ലസ് 2. അപ്പോൾ എല്ലാ കേസിലും ആദ്യം നമുക്ക് 4m കിട്ടും. ഫസ്റ്റ് കേസ് 1ൽ 4m a² = 4m, കേസ് 2ൽ a² = 4m + 1 കിട്ടി, കേസ് 3ൽ a² = 4m, കേസ് 4ൽ 3 ആവുമ്പോൾ a² = 4m + 1. അപ്പോൾ ആ ഫോമിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4m or 4m + 1. സ്ക്വയർ ഓഫ് എനി പോസിറ്റീവ് ഇൻറ്റിജർ ഈസ് ഓഫ് ദ ഫോംസ് 4m or 4m + 1. അപ്പോൾ ആ ഫോമിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് എക്സാക്ട്ലി വൺ ഓഫ് ദ നമ്പർ n+2 or n+4 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പർ എന്നോ അല്ലെങ്കിൽ n+2 n+4 ഇത് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. അപ്പോൾ അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് NB എനി പോസിറ്റീവ് നമ്പർ പോസിറ്റീവ് ഇൻറ്റിജർ ലെറ്റ് NB എനി പോസിറ്റീവ് ഇൻറ്റിജർ ഇവിടെ ഡിവിസിബിൾ ബൈ 3 ആണ്. അതുകൊണ്ട് ആൻഡ് B = നമ്മൾ എന്തായിട്ട് എടുക്കുന്നു 3 ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അപ്ലൈ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n = BQ + R ആണ്. ഇവിടെ B എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത് 3 ആണ്. B 3 ആയതുകൊണ്ട് 3Q + R. ഇവിടെ Q കോഷ്യന്റ് ഇത് റിമൈൻഡർ. അപ്പോൾ 0 > R <3 where R = റിമൈൻഡേഴ്സ് എങ്ങനെയാണ് വരിക 0 1 2 3 എഴുതാൻ പാടില്ല, 3ലേക്കാളും കുറവുള്ള. അപ്പോൾ കേസ് 1ൽ നമുക്ക് R = 0 ആണ്. R = 0 ആവുമ്പോൾ n = 3Q + R ആണുള്ളത്. അപ്പോൾ n = 3Q എന്ന് കിട്ടി. n = 3Q ആവുമ്പോൾ ഇവിടെ എന്താണ് n ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. ഈ 3Q എന്നുള്ളത് ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ n ഈസ് ഡിവിസിബിൾ ബൈ 3. ഇനി n+2ഉം n+4ഉം അവിടെ നോട്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ 2 ആഡ് ചെയ്യുമ്പം n+2 = 3Q + 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ 3Q + 2 3Q ഡിവിസിബിൾ ബൈ 3 ആണ്. അപ്പോൾ 3Q + 2 ഒരു 2 അതിൽ ആഡ് ആയി വരുന്നു. അപ്പോൾ ആ 2 റിമൈൻഡർ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് പറയാം n+2 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ആ 2 എന്തായാലും അവിടെ റിമൈൻഡർ ആയിട്ട് വരും. അതുകൊണ്ട് n+2 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു 2 n+4 ആണ് വേണ്ടത്. അപ്പോൾ 4 ആഡ് ചെയ്യുക. n+4 = 3Q + 4. ഇവിടെയും നമുക്ക് എന്താവും ഇവിടെ 3Q + 3 + 1 ഒരു 1 അവിടെ എന്തായാലും എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് പറയാം n+4 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്. നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഒരു കേസിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഇവിടെ n ആണ് ഡിവിസിബിൾ ബൈ 3, n+2 നോട്ട് ഡിവിസിബിൾ ബൈ 3 ആണ്, n+4ഉം നോട്ട് ഡിവിസിബിൾ ബൈ 3. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അപ്പോൾ ഇത് 3 × Q + 1 + 1 വരും. ഈ +1 എന്തായാലും ഇത് 3 കൊണ്ട് ഡിവൈഡ് ആവും. ഈ +1 എന്താവും റിമൈൻഡർ ആയിട്ട് വരും. അതുകൊണ്ട് n+4 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് n മാത്രമേ ഡിവിസിബിൾ ബൈ 3 കിട്ടിയിട്ടുള്ളൂ. ഇനി കേസ് 2ൽ അപ്പോൾ കേസ് 2 ആവുമ്പോൾ അവിടെ കേസ് 2ൽ R = 1 ആണ്. R = 1 ആവുമ്പോൾ n = 3Q + 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ n 3Q + 1 റിമൈൻഡർ ആയിട്ടുണ്ട്. അപ്പോൾ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അടുത്തത് 2 ആഡ് ചെയ്യാം.
ആഡ് ചെയ്യുമ്പോൾ n പ്ലസ് ടു ഈക്വൽ ടു 3q പ്ലസ് 1 ആണ് നമ്മുടെ n. അതിൻ്റെ കൂടെ ഒരു 2 ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്തായി? n പ്ലസ് ടു ഈക്വൽ ടു 3q പ്ലസ് 3 ആണ്. 3q പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 3 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ q പ്ലസ് 1, 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെർഫോർ ഇവിടെ എന്താണ്? n പ്ലസ് ടു ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. n പ്ലസ് ടു ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇവിടെ n പ്ലസ് ടു ഡിവിസിബിൾ ബൈ 3 ആകുമ്പോൾ n പ്ലസ് 4 എന്തായാലും നോട്ട് ഡിവിസിബിൾ ആണ് വരുന്നത്. അപ്പോൾ n പ്ലസ് 4 എന്ന് പറയുന്നത് എന്നിൻ്റെ കൂടെയാണ്, ഇതിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ഇവിടെ 4 ആഡ് ചെയ്ത് ഇവിടെയും 4 ആഡ് ചെയ്യുക. 3q പ്ലസ് 1 പ്ലസ് 4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? n പ്ലസ് 4 ഈക്വൽ ടു 3q പ്ലസ് 5 ആണ് വരുന്നത്. അതായത് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 പ്ലസ് 2, അതായത് 3 ഇൻറ്റു q പ്ലസ് 1 പ്ലസ് 2. അവിടെയും നമ്മൾ പറയുന്നത് n പ്ലസ് 4 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ കേസ് 2ൽ നമുക്ക് എങ്ങനെയാണ്? ഏതാണ്? n പ്ലസ് 2 ആണ്. കേസ് 1ൽ n ഈസ് ഡിവിസിബിൾ ബൈ 3. കേസ് 2ൽ n പ്ലസ് 2 ഈസ് ഡിവിസിബിൾ ബൈ 3. ഇനി കേസ് 3 നോക്കാം. കേസ് 3ൽ നമുക്ക് എങ്ങനെയാണ് വരുന്നത്? r ഈക്വൽ ടു 2 ആണ്. r ഈക്വൽ ടു 2 ആവുമ്പോൾ n ഈക്വൽ ടു 3q പ്ലസ് 2. അവിടെ 2 റിമൈൻഡർ ആയിരിക്കും. ദെർഫോർ n ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3. അടുത്തത് നമുക്ക് n പ്ലസ് 2 ആഡിങ് 2 ഓൺ ബോത്ത് സൈഡ്. അപ്പോൾ n പ്ലസ് 2 ഈക്വൽ ടു 3q പ്ലസ് 2 പ്ലസ് 2 വരും. അപ്പോൾ ഇവിടെ n പ്ലസ് 2 ഈക്വൽ ടു 3q പ്ലസ് 4, അതായത് 3q പ്ലസ് 3 പ്ലസ് 1 എഴുതാം. 3q പ്ലസ് 4, അവിടെ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ q പ്ലസ് 1 പ്ലസ് 1 എന്തായാലും 1 റിമൈൻഡർ. ദെർഫോർ n പ്ലസ് 2 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് പറയാം. അടുത്തത് n പ്ലസ് 4. n പ്ലസ് 4 ഈക്വൽ ടു 3q പ്ലസ് 2 പ്ലസ് 4, അതായത് 3q പ്ലസ് 6 ആണ് വരുന്നത്. ഇതിൽ നമ്മൾ 3 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ q പ്ലസ് 2. അപ്പോൾ ഇതെന്തായാലും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് എന്തായാലും ഡിവിസിബിൾ ആണ്. ദെർഫോർ n പ്ലസ് 4 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഇവിടെ നമുക്ക് ഷോ ദാറ്റ് എക്സാക്ട്ലി 1 ലാസ്റ്റ് എഴുതുക. n exactly one of the number n plus 2 or n plus 4 is divisible by 3. അപ്പോൾ ലാസ്റ്റ് കൺക്ലൂഷൻ കൊടുക്കുക. hence exactly one of the number n plus 2 or n plus 4 is divisible by 3. അപ്പോൾ അതാണ് നമുക്ക് അതിന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോന്നിനും കേസ് 1ൽ n ഈസ് ഡിവിസിബിൾ ബൈ 3 ആണ്. കേസ് 2 ആവുമ്പോൾ n പ്ലസ് 2 ഈസ് ഡിവിസിബിൾ ബൈ 3. കേസ് 3 ആയപ്പോൾ n പ്ലസ് 4 ഈസ് ഡിവിസിബിൾ ബൈ 3. അപ്പോൾ ഒന്ന് മാത്രമേ അതിൽ നമുക്ക് ഡിവിസിബിൾ ആവുള്ളൂ. അപ്പോൾ അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് n സ്ക്വയർ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2 ഫോർ എവരി പോസിറ്റീവ് ഇൻറ്റീജർ n. അപ്പോൾ അവിടെ നമ്മൾ ലെറ്റ് n ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ and b equal to 2. അവിടെ b equal to 2 എന്ന് കൊടുക്കുന്നു. ഡിവിസിബിൾ ബൈ 2 ആണ്, അതുകൊണ്ട് b equal to 2. അപ്പോൾ യൂക്ലിഡ്സ് ഡിവിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ n equal to bq പ്ലസ് r ആണ്. b എന്ന് പറയുന്നത് 2q പ്ലസ് r. ഇവിടെ 0 ലെസ് ദാൻ ഈക്വൽ ടു r ലെസ് ദാൻ 2 വേർ r ഈക്വൽ ടു 0 1. ഇത്രയും നമുക്ക് കൊണ്ട് 2 എടുക്കാൻ പാടില്ല. 0 1. അപ്പോൾ കേസ് 1ൽ r ഈക്വൽ ടു 0 ആവുമ്പോൾ n ഈക്വൽ ടു 2q. നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് n സ്ക്വയർ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2 ആണ്. അപ്പോൾ n സ്ക്വയർ മൈനസ് n എന്ന് പറയുന്നത് എന്താണ്? n ഇൻറ്റു n മൈനസ് 1. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് നമ്മൾ ഡിവിസിബിൾ ബൈ 2 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് ഇവിടെ n 2q ആണ്. 2q മൈനസ് 1. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2m എന്ന് കൊടുക്കാം. വേർ m ഈക്വൽ ടു q ഇൻറ്റു 2q മൈനസ് 1. ഇത് m ആയിട്ട് എടുത്തു. അപ്പോൾ 2m. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായി? therefore n സ്ക്വയർ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2. അവിടെ
2 കൊണ്ട് ഡിവിസിബിൾ ആയി. കാരണം 2 ഇൻറ്റു എം ആണുള്ളത്. അപ്പോൾ അത് 2 കൊണ്ട് എന്തായാലും ഡിവൈഡ് ആവും. ഇനി അടുത്തത് കേസ് 2ൽ r ഈക്വൽ ടു 1 ആണ്. r ഈക്വൽ ടു 1 ആവുമ്പോൾ n ഈക്വൽ ടു 2q പ്ലസ് 1. അപ്പം n ഇൻറ്റു n മൈനസ് 1 എന്ന് പറയുന്നത് 2q പ്ലസ് 1 ഇൻറ്റു 2q പ്ലസ് 1 മൈനസ് 1. അപ്പോൾ അവിടെ എന്തായി 2q പ്ലസ് 1 ഇൻറ്റു 2q. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു q ഇൻറ്റു 2q പ്ലസ് 1 എന്നുള്ളത് m ആയിട്ട് എടുക്കുക. 2 ഇൻറ്റു 2q പ്ലസ് 1 ഈക്വൽ ടു m എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് n സ്ക്വയർ മൈനസ് n, അതായത് n ഇൻറ്റു n മൈനസ് 1 എന്നുള്ളത് എന്തായി കിട്ടി അവിടെ 2m എന്ന് കിട്ടി. അപ്പോൾ അവിടെ പറയാം n സ്ക്വയർ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2. Therefore any positive integer n സ്ക്വയർ മൈനസ് n ഈസ് ഡിവിസിബിൾ ബൈ 2. ലാസ്റ്റ് കൺക്ലൂഷൻ എഴുതുക അതുപോലെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് 3 ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.